ഇത് ഒരു പാർട്ടിയല്ല, ഇതൊരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള സംഘടനയുമല്ല. ആർക്കാണ് ഈ ദീനിനെ ഉൾക്കൊള്ളാനും ഈ ദീനിനെ സമാധാനമായ അന്തരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുക, അവർക്കൊക്കെ ഇതുമായി സഹകരിച്ചു പോകാം. നമ്മോടൊപ്പം 100% സഹകരിക്കുകയും ഇക്കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ മെമ്പർമാർ. എന്നാൽ മുജാഹിദ് സംഘടനയിലെ മെമ്പർമാരെക്കാൾ എത്രയോ ഇരട്ടി ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ചില കാര്യങ്ങളോട് യോജിക്കുന്നവരുണ്ട്, ചില കാര്യങ്ങൾ നന്ദി എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ ഈ മതപ്രവർത്തനങ്ങൾ കൊള്ളാം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. നിങ്ങളുടെ ജുമാ കുത്തുബകൾ നന്ന്, ഞാൻ അവിടെയാണ് ജുമാക്ക് വരുന്നത് എന്ന് പറയുന്നവരുണ്ട്. മറ്റു കാര്യത്തിൽ അവർക്ക് താല്പര്യമൊന്നുമില്ല. സ്ത്രീധനത്തിനും ആർഭാടത്തിനും ആഭരണദ്രവത്തിനുമെതിരെ നിങ്ങൾ നടത്തുന്ന പോരാട്ടം ഞങ്ങളുടെ കൂടെ സഹകരണം ഉണ്ടാകും അതിനെ എന്ന് നമ്മോട് പറഞ്ഞ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമുണ്ട്. അവർക്ക് അതിൽ സഹകരിക്കാം. കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദത്തിന്റെ ചില തുടക്കമുണ്ടായ സന്ദർഭത്തിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് മതം തീവ്രവാദത്തിനെതിരെ എന്ന ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഇത് ആവശ്യമാണ് എന്ന് പറഞ്ഞ് നമ്മോട് സഹായിച്ച എത്രയോ ആളുകളുണ്ട്. അവരിലും മുജാഹിദ് പ്രവർത്തകരും അല്ലാത്തവരും മുസ്ലിങ്ങളും അല്ലാത്തവരുമുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് നാട്ടിന് നന്മയായ ഒരു പ്രകാശകിരണമായി ഉയർന്നു നിൽക്കേണ്ട ഒരു വർത്തമാനമാണിത്. ഇത് ആർക്കെങ്കിലും എതിരിലോ ആരോടെങ്കിലും തർക്കിക്കാനോ ആരെങ്കിലും തൃപ്തിപ്പെടുത്താനോ ആരെങ്കിലും പരാജയപ്പെടുത്താനോ ഉള്ളതല്ല. നമുക്ക് നമ്മുടേതായ ഒരു രീതിയും ഒരു മാർഗവും അനുസരിച്ചുള്ള പദ്ധതികളുമാണ് ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നേരത്തെ അറിയിച്ച പോലെ തന്നെ നമ്മൾ ഈ ISM സമ്മേളനത്തിന്റെ സമാപനത്തോടുകൂടി പുതിയ പ്രവർത്തനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ISMന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. ഈ മാസം തന്നെ ഈ 22-ാം തീയതിയും 24-ാം തീയതിയും നമ്മൾ മലപ്പുറത്തും കോഴിക്കോട്ടും വെച്ച് നടത്തുന്ന കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ക്യാമ്പയിനും പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി സർക്കാരും നിയമജ്ഞരും നിയമപാലകരും ഭരണാധികാരികളും പൊതുജനങ്ങളും എന്ത് ചെയ്യണം എന്നതിനുള്ള വിളംബരവും അതിനുള്ള ആഹ്വാനവും വലിയ സമ്മേളനങ്ങളായി നമ്മൾ നടത്താൻ പോവുകയാണ്. വിശ്രമിക്കാൻ കഴിയുമെന്ന് ആരും വിചാരിക്കേണ്ട. ആർക്കും വിശ്രമിക്കാൻ അവസരമുണ്ടാകില്ല. വിശ്രമം ഇൻഷാ അല്ലാഹ് പണിയെടുത്ത് നമ്മൾ അവസാനമെത്തുമ്പോൾ മരണശേഷം സ്വർഗത്തിൽ ലഭിക്കുമെന്നാണ് നമ്മോട് ദീൻ പഠിച്ച ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുവരെയും പണിയെടുക്കാനാണ്. ഒരു സത്യവിശ്വാസി മരിക്കുന്നത് അവന്റെ നെറ്റിയിലുള്ള വിയർപ്പ് തുണികളോടുകൂടി ആയിരിക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടക്കാലത്ത് പ്രതിസന്ധിയുണ്ടായി. ആ പ്രതിസന്ധി ഉണ്ടായി എന്ന് വിചാരിച്ച് അങ്ങോട്ട് കാലാകാലവും അതുമായി കെട്ടിക്കഴിഞ്ഞ് നിൽക്കാൻ നമുക്ക് നേരമില്ല, നമുക്കതിന് മനസ്സുമില്ല. ആ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്തു. മനസ്സിലാകുന്നവർക്ക് മനസ്സിലായി, ചിലർ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് വിചാരിച്ചു, ചിലർക്കൊരിക്കലും മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നത് തൗഹീദിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനം, ഇതുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആളുകൾക്ക് മനസ്സിലാകുന്നത് എന്താണ് ഇത് എന്ന്. നമ്മൾ നടത്തുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ഇസ്ലാമിക സമ്മേളനം നടക്കുന്നത് ആദ്യമാണ്. തൃശ്ശൂരിൽ ഈ സമ്മേളനം വിജയിപ്പിച്ചതാരാ? തൃശ്ശൂരിൽ മുസ്ലിം ജനസംഖ്യ എത്രയാ? തൃശ്ശൂരിലെ മുജാഹിദുകളുടെ പ്രാതിനിധ്യം എത്രയാ? വളരെ കുറച്ചാണ്. ഇതിവിടെ വിജയിപ്പിച്ചത് ഈ നാട്ടുകാരാണ്. വളരെ കൂടുതൽ ക്രൈസ്തവ സമൂഹങ്ങളുണ്ട് ഈ പ്രദേശത്ത്. ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് ഹൈന്ദവ ആരാധനാലയങ്ങളുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രങ്ങൾ ഈ ചുറ്റുവട്ടത്താണുള്ളത്. ഇവിടെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാളുകളും എല്ലാവരും ഇവിടെ വന്നു. നേതാക്കന്മാരെ കണ്ടു, പ്രവർത്തകരെ കണ്ടു, നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവരൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പ്രവർത്തനവുമായി കൂടുതൽ മുന്നോട്ട് പോകണം എന്നാണ്. എന്താ കാരണം? ഇത് അള്ളാഹുവിന്റെ ദീന. അള്ളാഹു എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചതമ്പുരാനെ കുറിച്ചാണ്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും ഒരു പടച്ചവനാണുള്ളത്. പച്ച മലയാളത്തിൽ പടച്ചതമ്പുരാൻ എന്ന് വിവേചനമില്ലാതെ എല്ലാവരും പറയുന്ന ദൈവം ഈശ്വരൻ അള്ളാഹു അവൻ ഏകനാണ്. മുസ്ലിങ്ങൾ
മുസ്ലിങ്ങൾക്ക് ഒരു ദൈവം, ഹിന്ദുക്കൾക്ക് മറ്റൊരു ദൈവം, ക്രിസ്ത്യാനികൾക്ക് വേറെ ദൈവം എന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെയും ആരാധനാലയങ്ങളുടെയും പേരിൽ നമ്മുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടായത്. ഉണ്ടാകാൻ പാടില്ലായിരുന്നുവല്ലോ, ഉണ്ടാകാൻ പാടില്ലായിരുന്നു. കാരണം ദൈവം കാരുണ്യവാനാണ്, തർക്കമുണ്ടോ? ദൈവം വാത്സല്യനിധിയാണ്, തർക്കമുണ്ടോ?